ഹലോ ഫ്രണ്ട്സ്, COVID-19 മഹാമാരിക്കൊപ്പം ജാഗ്രതയോടെയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ നോർമൽ. നമ്മുടെ ജോലി, ഷോപ്പിംഗ്, കുട്ടികളുടെ പഠിത്തം എന്നീ പല കാര്യങ്ങൾ നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി നോക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ ആരോഗ്യരക്ഷയും നമ്മൾ കാര്യമായി നോക്കേണ്ടതുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അസുഖം വന്നാൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണം, ഒരു ഡോക്ടറിനെ കാണണം. പക്ഷെ നമ്മുടെ മനസ്സിൽ പല പല ആശങ്കകളുണ്ട്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്നത് എത്രത്തോളം സേഫ് ആയിരിക്കും, അവിടെ എന്തൊക്കെ സേഫ്റ്റി പ്രോട്ടോകോൾസ് ആയിരിക്കും, ചികിത്സ നീട്ടിവെക്കണോ, അങ്ങനെ പല പല ചോദ്യങ്ങൾ. ഞാൻ ഇന്ന് പാലാരിവട്ടം എറണാകുളം മെഡിക്കൽ സെന്റർ വിസിറ്റ് ചെയ്യുവാണ്. ഇവിടെ വരുന്ന ഒരു പേഷ്യന്റിന് എത്രത്തോളം സേഫ് ആയിട്ട് അഡ്മിഷൻ എടുത്ത് ഡോക്ടറിനെ കണ്ട് ചികിത്സ ചെയ്ത് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ക്രീനിങ് കിയോസ്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. There are lots of signages over here. മാസ്ക് നിർബന്ധമാണ്. The temperature will be checked. പിന്നെ വിസിറ്റേഴ്സ് ഒന്നും ഈ ഒരു സാഹചര്യത്തിൽ അലൗഡ് അല്ല. കുറച്ച് കോവിഡ് ഇൻഫർമേഷൻ ഡിജിറ്റലി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്രണ്ടിൽ നടക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് നടുക്കുള്ള സീറ്റ്സ് ഒക്കെ കെട്ടിവെച്ചേക്കുവാണ് ടു എൻഷുർ സോഷ്യൽ ഡിസ്റ്റൻസിങ് ബിറ്റ്വീൻ ദ പേഷ്യൻസ്. ഞാനിപ്പോൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുവാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ റോപ്സ് ഒക്കെ നടുക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ടു എൻഷുർ പ്രോപ്പർ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് റിജിഡിറ്റി. ഞാനിപ്പോൾ ഡോക്ടർ വിനോദ് ഫ്രാങ്ക്ലിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഡോക്ടർ വിനോദ് ഫ്രാങ്ക്ലിൻ ഈ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറാണ്. നമുക്കപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഡോക്ടർ, EMCയിലെ സേഫ്റ്റി പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? EMCയിലെ സേഫ്റ്റി പ്രോട്ടോകോൾസ് നമ്മൾ ഇപ്പോൾ എൻട്രൻസിൽ തന്നെ ഇപ്പോൾ നമിറ്റ കയറി വന്നപ്പോൾ തന്നെ അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസ് ദേ ആർ ഓൾ സയൻറ്റിഫിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ അതിൽ ഡെയിലി ഹെൽത്ത് സർവീസസിൽ നിന്ന് വരുന്ന വാർഡ് നമ്പർ വെച്ചിട്ട് ദി എൻറ്റയർ സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ വാർഡ് നമ്പേഴ്സ് വെച്ചിട്ട് കണ്ടെയ്ൻമെൻറ്റ് സോൺസ് ഓർ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് അതിനായിട്ടുള്ള ബ്രീഫായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസാണ് ഓരോ ആൾക്കാരെ അറ്റ് ദി എൻട്രൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ തന്നെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. വി ഹാവ് 2 എൻട്രൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. വാക്ക് ഇൻ പേഷ്യൻസ് ആണെങ്കിൽ അവർ മെയിൻ എൻട്രൻസും കൂടെ വരും. പിന്നെ കാഷ്വാലിറ്റിയിലോട്ട് വരുന്ന കാഷ്വാലിറ്റി എമർജൻസി കേസസ് കാഷ്വാലിറ്റി ദ സെയിം പ്രോട്ടോകോൾസ് ആർ ഫോളോഡ് ഇൻ ദ കാഷ്വാലിറ്റി ഇറ്റ് സെൽഫ്. Now once you move beyond that, housekeeping areas വരുന്നുണ്ട്, ഫുഡ് ആൻഡ് ബെവറേജസ് ക്യാൻറ്റീൻ ഏരിയാസിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൈ ടച്ച് സർവീസസ്, ലോ ടച്ച് സർവീസസ്, ഹൗസ് കീപ്പിംഗ് സർവീസസിൽ വരുന്നുണ്ട്. We start off with the housekeeping services. You would have noticed that all the chairs, അതിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ചിട്ട് എവറി ഓൾട്ടർനേറ്റ് ചെയർസ് ആയിട്ടാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. These chairs are regularly cleaned or routinely cleaned as soon as they become ഒരു 1 hour 45 minutes ഗ്യാപ്പിൽ. ഫാർമസിയുടെ കൗണ്ടർ ടോപ്സ്, ഫ്രണ്ട് റിസപ്ഷൻ്റെ കൗണ്ടർ ടോപ്സ്, അവിടുത്തെ ഹൈ ടച്ച് സർഫസസ്, ഡോക്ടേഴ്സിൻ്റെ OPയിലുള്ള ഡോർ നോബ്സ്, നമ്മൾ സ്റ്റെയർ കേസ് കയറുന്ന റെയിലിങ്സ്, all these areas are cleaned with hospital approved disinfectants which are either could be a sodium hypochlorite solution or even the R2 solutions. Liftile attendant is the only one who operates the lift. വേറൊരാൾക്ക് നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല. ക്രൗഡഡ് ആയിട്ട് ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്ത് അതിൻ്റെ ഹോൾഡിംഗ് ടൈം കഴിഞ്ഞിട്ട് മാത്രമേ ലിഫ്റ്റ് റീ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അടുത്ത നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വേരിയസ് സെക്ഷൻസിലുള്ള സ്റ്റാഫ് ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് അപ്പാരൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ടി വിയിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്ന PP കിറ്റ് എന്ന് പറയുന്നത്. PP കിറ്റ് ഒരു 3 പ്രകാരമുണ്ട്. ഒന്ന് ഹാസ്മാറ്റ് സൂട്ട്സ്, രണ്ടാമത് വരുന്ന സർജിക്കൽ ഗൗൺ,
ഫേസ് മാസ്ക്, N95 ഫേസ് മാസ്ക് അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക്, ഫേസ് ഷീൽഡ്, ഗ്ലൗസ്, സിംഗിൾ ഗ്ലൗസ്, ഡബിൾ ഗ്ലൗസ്. മൂന്നാമത് ക്ലോത്ത് ഗൗൺ, ട്രിപ്പിൾ ലെയർ സർജിക്കൽ മാസ്ക്, അഗെയിൻ സർജിക്കൽ ഗ്ലൗസ് ആൻഡ് എ ഫേസ് ഷീൽഡ്. ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ സിൻസ് ദി റിസ്ക് ഓഫ് എക്സ്പോഷർ ടൈം വരുന്ന പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും വളരെ കുറവായതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഫേസ് ഷീൽഡ്, ട്രിപ്പിൾ ലെയർ സർജിക്കൽ മാസ്ക്, ഗ്ലൗസ് ആൻഡ് എ ക്ലോത്ത് ഗൗൺ. ഈ ക്ലോത്ത് ഗൗൺസ് ആർ ഓട്ടോക്ലേവ്ഡ് ആൻഡ് വാഷ്ഡ് ഓൺ എ ഡെയിലി ബേസിസ്. ഒരാൾക്ക് ഒരു 2 അല്ലെങ്കിൽ 3 സെറ്റ് ഇതാണ് കൊടുക്കുന്നത്. അത് അവർ വീട്ടിൽ കൊണ്ടുപോകേണ്ട, റൂമിലും കൊണ്ടുപോകേണ്ട, ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓട്ടോക്ലേവ് ചെയ്ത് തിരിച്ച് പിറ്റേ ദിവസം അവർക്ക് കൊടുക്കുന്നത്. രണ്ടാമത്തെ വരുന്നത് ഈ ഹാസ്മാറ്റ് സൂട്ട്സ്. ഐസൊലേഷൻ വാർഡിൽ മാത്രമേ ഹാസ്മാറ്റ് സൂട്ട്സ് ഇടാറുള്ളൂ. അത് താഴത്തിട്ട് ഇടേണ്ടേ, അത് അത്യാവശ്യം വലിയ കാര്യം. ദാറ്റ് ഈസ് ഓൾസോ അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഹെൽത്ത് സർവീസസ്. മൂന്നാമത് മിനിമൽ കോൺടാക്റ്റ് ആയിട്ട് വരുന്നവരൊക്കെയാണ് ക്ലോത്ത് ഗൗൺസ് ഒക്കെ ഇട്ട്, ഫോർ എക്സാമ്പിൾ അറ്റൻഡേഴ്സ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അവർ പേഷ്യൻസായിട്ട് കോൺടാക്റ്റ് അധികം നേരം വരുന്നില്ല. ദേ ആർ ദി വൺസ് ഹു വെയർ ദ ക്ലോത്ത് ഗൗൺസ് ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം. അഗെയിൻ ഇറ്റ് ഈസ് വാഷ്ഡ് ഇൻ ഹൗസ്. അവരത് പുറത്ത് ഒരിടത്തും കൊണ്ടുപോകേണ്ട കാര്യം വരും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കാഫറ്റേരിയയിലോട്ടാണ്. പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അഡ്മിറ്റ് ആയ പേഷ്യൻസിൻ്റെ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വൺസ് യു ഗോ ടു ദ കാഫറ്റേരിയ വേർ യു സീ ദാറ്റ് ഒരു ടേബിളിൽ 2 കസേരയുടെ കൂടുതൽ ഉണ്ടാവില്ല. ഈവൻ ഇഫ് വൺ ഫാമിലി കംസ്, വി ഡു നോട്ട് അലൗ ദം ടു സിറ്റ് ഇൻ എ ഗ്രൂപ്പ്. ദേ വിൽ ഹാവ് ടു വെയിറ്റ് ഔട്ട് സൈഡ്. അവർ ടേബിളിൽ 2 ചെയർസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൾ ദ സ്റ്റാഫ് ഹിയർ ആർ ഓൾസോ സ്ക്രീൻഡ്, ഇൻക്ലൂഡിംഗ് ദ ഷെഫ്, including the kitchen order taker, including the ones behind the counter, the servers, the cleaning boys. അവരെല്ലാവരും എപ്പോഴും മാസ്ക് ധരിച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ഒരിടത്തും ഒരിക്കലും കൂട്ടുന്നില്ല. അത് ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് എൻഷുവേഴ്സ് ദാറ്റ് സച്ച് പ്രാക്ടീസസ് ആർ നോട്ട് ഹാപ്പനിങ്. ലാബ്, ഫാർമസി ആൻഡ് റേഡിയോളജി, ഈ ഏരിയയിലോട്ടാണ് നെക്സ്റ്റ് ദ മൂവ്മെൻറ്റ്. ഒരു ഒ പിയിൽ വന്ന പേഷ്യൻറ്റ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ലാബിലോട്ട് എന്തായാലും ഡോക്ടേഴ്സ് വല്ല ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്താൽ അങ്ങോട്ട് പോകും. അവിടെ നിന്ന് പിന്നെ ഓക്കെ ഫൈൻ, ഡോക്ടേഴ്സ് വല്ല മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഗോ ടു ദ ഫാർമസി ഫോർ ദ പർച്ചേസ്. In the pharmacy area, there's a security guard posted there throughout. He or she ensures that there is absolute gap between everyone waiting there in the queue. We have 2 billing areas and 2 receiving areas, counter A, counter B, counter C എന്ന് 3 എണ്ണം ഉണ്ട്. So there is enough space for the patients to go to any of the dedicated counters. എല്ലാവരും കൂടെ ഒരു കൗണ്ടറിൽ തന്നെ മരുന്ന് വാങ്ങിക്കണ്ട. Then comes to the lab. Phlebotomy is a procedure where you collect blood. Phlebotomy ചെയ്യുന്ന പേഴ്സണൽ അതിൻ്റെ അകത്ത് തന്നെ ഗൗണും ഫേസ് മാസ്കും ഷീൽഡും ഗ്ലൗസും ഇട്ട് തന്നെ ഇരിക്കും. ഷീ ഡസൻറ്റ് മൂവ് എനിവെയർ. സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ that sample is taken by another person, or she just goes and keeps it in a place where it is collected by a third person. There is no mingling of staff during any shifts. ഓൺ സെയിം ഷിഫ്റ്റ് തന്നെയാണെങ്കിലും അനാവശ്യമായിട്ട് അവർ ഗ്രൂപ്പായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവില്ല. അവർക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ലാബ് സർവീസസ് മാനേജർ or the pharmacy in charge, including the nursing department. They go for taking or having the lunch or breaks in shifts not together because the time is as such. ഡോക്ടർ, പനി, ചുമ, ജലദോഷം എന്നീ സിംറ്റംസ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് നിങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? ഈ പനി, ശ്വാസം മുട്ടൽ, തൊണ്ടവേദന, ഒരു അസ്വസ്ഥതയൊക്കെ ആയിട്ട് പേഷ്യൻസ് വരുന്നത്, അത് 2 ഏരിയസിലായിട്ടാണ് ഹോസ്പിറ്റലിൽ അവർ വന്ന് എൻട്രി ചെയ്യുന്നത്. അത് മെയിനായിട്ട് മെജോറിറ്റി ഓഫ് ദി പേഷ്യൻസ് വരുന്നത് ഫ്രണ്ട് ഒ പി കൂടി, ഒരു ചെറിയൊരു ശതമാനം പേഷ്യൻസ് ഭയങ്കര അസ്വസ്ഥതയായി ശ്വാസം മുട്ടൽ, തൊണ്ടവേദനയും പനിയൊക്കെ ആയിട്ട് അവർ വന്ന് കയറുന്നത് കാഷ്വാലിറ്റി ത്രൂ കൂടെയാണ്. നൗ വിൽ ടോക്ക് അബൌട്ട് മെയിൻ എൻട്രൻസിൽ കൂടെ വരുന്ന പേഷ്യൻസിനെ അവിടെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഉടനെ തന്നെ വൺസ് യു അണ്ടർഗോ ദ സ്ക്രീനിങ്, പനിയാണെങ്കിൽ ആ ഇൻഫ്രാറെഡ് സ്കാനറിൽ ഇറ്റ് വിൽ പിക്കപ്പ്. അത് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നിങ്ങളുടെ സ്ഥലങ്ങൾ എവിടെ നിന്നാണെന്ന്. അപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണാണ് പനിയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് അല്ലെങ്കിലും എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് സോണിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും സിംറ്റംസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം ഇപ്പോഴത്തെ ഈ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ, ഇൻഫ്ലുവൻസ ലൈക്ക് സിംറ്റംസ്, ഇത് തന്നെയാണ് ഇപ്പോൾ ഈ COVID-19 ഉള്ള രോഗലക്ഷണങ്ങൾ. ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. 63-78% ആൾക്കാർക്ക് വരെയും ഒരു സിംറ്റംസും ഉണ്ടാവാറില്ല. അപ്പോൾ ഒരു ചെറിയ സ്ലൈറ്റ് സസ്പിഷൻ സ്ക്രീനിങ്ങിലിരിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിയോസ്ക് ഉണ്ട്. വി ഹവ് കോൾഡ് ഇറ്റ് ആസ് എ കോവിഡ് കിയോസ്ക്. നൗ ഈ കിയോസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഏത് കൺസൾട്ടൻ്റിനെയാണ് അവർ കാണാൻ താല്പര്യപ്പെടുന്നത്
ആ കൺസൾട്ടൻറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് അപ്പാരൽ ഇട്ടിട്ട് അവരവിടെ വന്ന് കാണും. അവർ ഡോക്ടറിനെ കാണാൻ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകണ്ട. അവരുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങളും അവരുടെ മരുന്ന് വാങ്ങിക്കേണ്ട മരുന്നിൻ്റെ പേയ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അവരവിടുത്തെ മാത്രം ഇരുന്നാൽ മതി. എവറിത്തിങ് is brought to them. They don't have to go anywhere. This is one way we ensure that that sort of a കാര്യം ഈ പേഷ്യൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. കോവിഡ് ആണോ അതോ വേറെ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ആണോ നമ്മളതിന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ആ ഒരു ചാൻസ് എടുക്കാതിരിക്കാൻ വേണ്ടി വി കീപ് ദ പേഷ്യൻറ്റ് ദെയർ ഇറ്റ്സെൽഫ് അലോങ് വിത്ത് ദ ബൈസ്റ്റാൻഡർ. വേറെ കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു പേഷ്യൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡറിനെ മാത്രമേ കയറ്റി വിടുള്ളൂ, so as to avoid the crowd. So once the consultant sees the patient in the COVID kiosk, അവിടെ നിന്ന് നേരെ പേഷ്യൻ്റ് casualty through exit, which means there is minimal mingle or very negligible mingle with the general public. Straight to the exit. മരുന്ന് അവർക്ക് അവിടെ തന്നെ കൊടുക്കും. അവരുടെ രജിസ്ട്രേഷൻ, OP രജിസ്ട്രേഷൻ എല്ലാം അവിടെ തന്നെ. എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടെങ്കിൽ ലാബ് സ്റ്റാഫ് അവിടെ തന്നെ വന്ന് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് അപ്പാരൽ ഇട്ട് വന്നിട്ട് അവിടെ തന്നെ ചെയ്യും. This is situation 1. The second situation is patient has fever but is not from a containment area and there is no suspicion of COVID, just plain influenza or any other viral infection. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോയ ഒരു ഫ്രണ്ട് റിസപ്ഷൻ ഇല്ലേ, OP രജിസ്ട്രേഷൻ കൗണ്ടേഴ്സ്, അതിൻ്റെ സദേൺ എൻഡിലായിട്ട് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എ ഫീവർ കിയോസ്ക്. ഫീവർ കിയോസ്കിൽ പേഷ്യൻ്റ് പോയി കഴിഞ്ഞാൽ ദേ ആർ ഫാസ്റ്റ് ട്രാക്ട് ടു ദ ഡോക്ടേഴ്സ് OP, ഇറസ്പെക്റ്റീവ്. അവിടെ ടോക്കൺ നമ്പർ സിസ്റ്റംസ് അല്ല. അടുത്ത പേഷ്യൻ്റായിട്ട് തന്നെ കൺസൾട്ടൻറ്റിനെ വിളിച്ച്, സർ ഇങ്ങനെ ഒരു ഫീവർ കിയോസ്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, അടുത്തതായി കാണണം, അവർ പെട്ടെന്ന് ഇറക്കി വിടണം പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടൻറ്റ് അത് അക്സെപ്റ്റ് ചെയ്ത് അടുത്തതായിട്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻ്റ് അടുത്ത് കാര്യം പറഞ്ഞിട്ട് ദേ ആർ ഓൾസോ കോഓപ്പറേറ്റ്. ബിക്കോസ് എല്ലാവർക്കും ഈ സമയത്ത് ഇതിൻ്റെ സീരിയസ്നെസ് പറ്റി അറിയാം. നേരത്തെ കയറ്റി വിട്ട് ദേ ആർ ഓൾവേസ് ഫാസ്റ്റ് ട്രാക്ട് ത്രൂ ദ ഫാർമസി ആൻഡ് ഔട്ട് ത്രൂ ദ കാഷ്വാലിറ്റി. ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഹു കം വിത്ത് ഈ ഇൻഫ്ലുവൻസ ലൈക്ക് സിംറ്റംസ്, ശ്വാസം മുട്ടൽ, പനി, ആ ത്രൂ ദ കാഷ്വാലിറ്റി. കാഷ്വാലിറ്റിയിൽ പോകുന്നത് രാവിലെ 8:30 to 5:30 ഹോസ്പിറ്റൽ OP സമയമുള്ള സമയത്ത് നോബഡി ഗോസ് ടു ദ കാഷ്വാലിറ്റി. ഒട്ടും വയ്യ, അസ്വസ്ഥതയായിട്ട് മാത്രമുള്ള ആൾക്കാർ മാത്രമേ കാഷ്വാലിറ്റിയിൽ വരാറുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാലും ദർ ആർ 2 സെപ്പറേറ്റ് റൂംസ്, ഒരു പ്രൊസീജിയർ റൂം പിന്നെ ഒരു OP കൺസൾട്ടേഷൻ റൂം സെറ്റ് അസൈഡ് ഫോർ സച്ച് പേഷ്യൻസ്. എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ കാഷ്വാലിറ്റിയുടെ അകത്ത് കയറേണ്ട. കാഷ്വാലിറ്റി ഡോക്ടർ ഐദർ വയ വീഡിയോ കൺസൾട്ടേഷൻ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള കോവിഡ് കിയോസ്കിലും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ലീവാണെന്ന് വെച്ചോളൂ, പക്ഷേ വി മേക്ക് ദാറ്റ് കൺസൾട്ടൻറ്റ് അവൈലബിൾ ഫോർ ദാറ്റ് പേഴ്സൺ ടു സീ വയ വീഡിയോ കോൺഫറൻസിങ് പ്രീഫിക്സ് ടൈമിങ്സിൽ. നൗ മൂവിങ് ബാക്ക് ടു കാഷ്വാലിറ്റി. അവിടെ കണ്ടു കഴിഞ്ഞ് അഗെയിൻ അവരുടെ രജിസ്ട്രേഷൻ, അവരുടെ മരുന്നുകൾ ആൻഡ് അവരുടെ all the procedures, investigations, അതെല്ലാം ആ മുറികളിൽ തന്നെ നടന്നിട്ട് they leave from there itself. ഇതുവരെ നമ്മൾ പേഷ്യൻസിൻ്റെ സേഫ്റ്റീനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാഫ്, ദാറ്റ് ഈസ് യുവർ ഡോക്ടേഴ്സ് ആൻഡ് യുവർ നഴ്സസ്, ഇവരുടെ സേഫ്റ്റിക്കായി എന്തൊക്കെ രീതികളാണ് ഇവിടെ ഉള്ളത്? ഗുഡ് ക്വസ്റ്റ്യൻ നമിത. ഇതിപ്പോൾ ഒത്തിരി പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും ഞങ്ങളുടെ കൺസൾട്ടൻസിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രിക്കോഷൻസും പ്രോട്ടോകോൾസും ഇത്രയും റെസ്ട്രിക്ഷൻസും ഒക്കെ പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടേഴ്സും സ്റ്റാഫും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്. യെസ്, വി ആർ അബ്സല്യൂട്ട്ലി ഡൂയിങ് ഇറ്റ്. ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സംതിങ് കോൾഡ് എ സെൽഫ് ഡിക്ലറേഷൻ ഫോമിൽ അവർ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ക്വാറന്റൈനിൽ പോയിരിക്കുന്ന ഒരാളായിട്ട് ബന്ധമോ എൻ്റെ ഫാമിലി അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളും അങ്ങനെ അവരെ പോയി കണ്ടിട്ടില്ല, അവരെൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, അത് സെൽഫ് ഡിക്ലറേഷനാണ്. 2 ദിവസം മിനിമം ലീവ് എടുത്ത് വീട്ടിൽ പോകുന്ന ഏത് നഴ്സിംഗ് സ്റ്റാഫ് ആണെങ്കിലും, അത് ഹോസ്റ്റലും ആവാം, വീടും ആവാം, ഡോക്ടേഴ്സ് ആവാം, ഏത് കാറ്റഗറിയിലുള്ള ഗ്രേഡിലുള്ള സ്റ്റാഫ് ആവാം, എല്ലാവരും സെൽഫ് ഡിക്ലറേഷൻ സൈൻ ചെയ്ത് ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റില്ല. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് വിൽ നോട്ട് ഗിവ് ദം ദാറ്റ് ഡേയ്സ് അറ്റൻഡൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും ചടങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളോ ഇതിൽ പാർട്ടീസ് ഓർ ഒക്കേഷൻസ് മാക്സിമം നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ പരിപാടികളൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നാണ്. പക്ഷേ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അറിയിക്കുക. സോ ബേസ്ഡ് ഓൺ ദി കാറ്റഗറൈസേഷൻ ഓഫ് റിസ്ക് അവരുടെ അടുത്ത് ഞങ്ങൾ 7 തൊട്ട് അല്ലെങ്കിൽ 14 ദിവസം വരെയും സ്ട്രിക്റ്റ് ഹോം ക്വാറന്റൈനിൽ ഇരിക്കാൻ പറയും. അത് ഞങ്ങൾ ഹെൽത്ത് സർവീസസും വിളിച്ച് ഇൻഫോം ചെയ്യും. അത് കഴിഞ്ഞ് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലോ പനി തൊണ്ടവേന ചുമ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ദേ ആർ ക്ലിയർഡ് ഫോർ ഡ്യൂട്ടി ആഫ്റ്റർ അഗെയിൻ സൈനിങ് അപ്പ് ദ ഡിക്ലറേഷൻ ഫോം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വി ആസ്ക് ദം ടു അണ്ടർടേക്ക് an RT-PCR testing or an antigen testing based on the
assessment of their risk or their exposure. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇൻ ദിയർ വർക്ക് പ്ലേസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബ്രേക്സിൽ അവർ ഗ്രൂപ്പായിട്ട് ഭക്ഷണം കഴിക്കാൻ വിടാറില്ല, ഒരിടത്ത് ഗ്രൂപ്പായിട്ട് അവർ നിൽക്കാൻ സമ്മതിക്കാറില്ല. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആൻഡ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ദേ എൻഷുവർ ദാറ്റ് അവർ മാസ്ക് എപ്പോഴും പ്രോപ്പറായിട്ടാണ് ഇട്ടിരിക്കുന്നത്, അവർ ഗ്ലൗസ് അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ടോ എന്ന് അവർ അങ്ങോട്ട് ദേ ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. മൂന്നാമത്തെ കാര്യം ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് വെയർ ദ സ്റ്റാഫ് ഇസ് ഷിഫ്റ്റ്സിലാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഓർഡർ പറഞ്ഞിട്ടുണ്ട് 1/3 of the staff, 2/3 of the staff should be in rotation. The same thing is followed in Ernakulam Medical Center. At any given point of time, close to 2/3 of the staff is always in 14-day rotation. ഒരു മാസത്തിലപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ 4th വീക്കിൽ മാത്രമേ അവർ തിരിച്ച് ഡ്യൂട്ടിക്ക് വന്ന് കയറുന്നുള്ളൂ. സോ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 63 to 78% of patients are absolutely asymptomatic or even bystanders are asymptomatic. ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിൽ നിൽക്കുന്ന 14 ദിവസത്തിനുള്ളിൽ രോഗബാധകൾ എന്തെങ്കിലും സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി പിക്ഡ് അപ്പ്. ദെൻ വേറെ നമുക്ക് മെയിനായിട്ട് വരുന്നത് വർക്ക് പ്ലേസ് എറ്റിക്കറ്റ്സ്. ഷിഫ്റ്റ് തുടങ്ങുന്ന മുമ്പും ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന മുമ്പും. ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ വി ഹാവ് ആസ്ക്ഡ് ദെം ടു ക്ലീൻ ദെയർ വർക്ക് സോൺസ്. ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുമ്പും they have to clean their work zones. The same goes for the doctors. ഡോക്ടേഴ്സിനും അല്ല എക്സെപ്ഷൻസ് അങ്ങനെ ആരും ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. They have to clean at least a stethoscope, BP cuffs, they have to disinfect their hands. Every doctor is following such protocols. Another thing is that shift കഴിയുമ്പോൾ there is something called as handover and takeover. ഇതെല്ലായിടത്തും നടക്കുകയാണ്. We see to that our manpower planning or the human resource department as very effectively or very efficiently ആ ഹാൻഡ് ഓവർ ടേക്ക് ഓവറിൽ മിനിമൈസ് ഓവർലാപ്പ് വരാൻ സ്റ്റാഫായിട്ട് വരാം. സോ മിനിമൽ ഇൻട്രാക്ഷൻ അങ്ങനെ വരുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ സോർട്ട് ഓഫ് ഡോക്യുമെൻ്ററി ഹാൻഡ് ഓവറിങ് ആണ്. ഇപ്പോൾ എല്ലാവരും ഞങ്ങളിപ്പോൾ വി ഹവ് പ്രാക്ടീസിങ്. പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ ബൈ ഓവർ ദ ഫോൺ പറയും, അല്ലാതെ നിന്ന് അടുത്ത് നിന്ന് സംസാരിച്ച് ഓരോരോ കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള ദാറ്റ് ഓൾ പ്രാക്ടീസ് ഹാസ് ബീൻ സ്റ്റോപ്ഡ്. സോ ദിസ് ഈസ് ഹൗ വി എൻഷ്യൂർ that patients-നും bystanders-നും വെച്ചിരിക്കുന്ന same amount of restrictions or infection control policies for their safety is also the same thing is being followed for the doctors and the staff of the Ernakulam Medical Center. താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഇനി നമുക്ക് ക്യാൻറ്റീനിലുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. താങ്ക് യു. ക്യാൻറ്റീനിൽ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് വെച്ച് തന്നെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നത് ഈ കോവിഡ് കാലത്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് മുടങ്ങുന്നതോ മാറ്റിവെക്കുന്നതോ ഒരു നല്ല പ്രവണത അല്ല. ഹോസ്പിറ്റൽ വിസിറ്റ്സിൻ്റെ സമയത്ത് നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി എറണാകുളം മെഡിക്കൽ സെൻറ്റർ എല്ലാ സേഫ്റ്റി പ്രോട്ടോകോൾസ് ആസ് പെർ കേരള ഹെൽത്ത് സർവീസസ് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.